അമ്മ പോലീസ് സ്റ്റേഷനിലേക്ക് പോയി പരാതിയും മറ്റും റേസ് ചെയ്തിരുന്നു. പോലീസുകാർ അതിൽ ആക്ഷൻ എടുത്തില്ലെന്ന് മാത്രമല്ല, ആ പോലീസുകാരനെ മോശമായിട്ട് പറയല്ല, ആ പോലീസുകാരൻ യാതൊരു ധാർമ്മികതയും, കുറച്ചുകൂടെ പച്ചഭാഷയിൽ പറഞ്ഞാൽ യാതൊരു മടിയും ഉളുപ്പും കൂടാതെ പറയുകയാണ്, ഒരു പെൺകുട്ടി ആയതുകൊണ്ട് അങ്ങനെ അന്വേഷണത്തിനും അറസ്റ്റിനും ഒന്നും സ്കോപ്പില്ല, നിങ്ങൾ ആ കേസ് അങ്ങ് വിട്ടേക്കാൻ. ഇപ്പം എൻ്റെ അമ്മ പറഞ്ഞ് അവൻ്റെ ഈ റൂമിൽ കഥവടച്ച് നിൽക്കുവാണെന്ന്. ആ ടൈം നമ്മൾ ടോർച്ചെടുത്ത് പുറത്തുകൂടെ ഇറങ്ങി ചെന്ന് നോക്കിയ സമയത്തിനാണ് മോനിങ്ങനെ നിൽക്കുന്നത് കണ്ടത്. അവളുടെ അച്ഛനെ കൊണ്ട് ആംബുലൻസിലെ ഡ്രൈവറിനെ വിളിപ്പിച്ചു. അപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞു, നിങ്ങളുടെ മോള് കാരണം ഒരു ആൺകുട്ടിയുടെ ജീവൻ അങ്ങ് പോയി. അപ്പോഴേ അവൾ ആ ദിവസം തന്നെ അവിടെ നിന്ന് പോയി. പിന്നെ കുറച്ച് ദിവസത്തേക്ക് അവരുടെ വീട്ടിൽ അവരാരും ഉണ്ടായിരുന്നില്ല. ഒരു പ്രാവശ്യം വീട്ടിൽ കയറി വന്നിട്ട് വീട്ടിൽ മോളും മോനും എല്ലാവരും ഇരിക്കുകയായിരുന്നു. അവനെ പിടിച്ചുകൊണ്ട് പോയിട്ട് പുറത്ത് വെച്ച് അടിച്ചു. പക്ഷേ അവൾ എന്ത് കാണിച്ചാലും അവൻ അത്രയും പ്രൊട്ടക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അവളെ. ഞാനും അവനും ഇരിക്കുന്നത് അവൾക്ക് ഇഷ്ടമല്ല, ഞാൻ അവൻ്റെ ഡ്രസ്സ് ഇടുന്നത് ഇഷ്ടമല്ല. എന്നിട്ട് അതിനെയൊക്കെ കുറിച്ചിട്ട് എന്നെ ചീത്ത വിളിച്ചിട്ട് ഞാൻ ഫോൺ എടുത്തില്ലെങ്കിൽ എൻ്റെ അമ്മേനെയൊക്കെ വിളിച്ചിട്ട് ചീത്ത വിളിക്കും. പിന്നെ ഇടയ്ക്കിടയ്ക്ക് അവളൊരു ആത്മഹത്യാ ഭീഷണി മുഴക്കും. ഞാനിപ്പോൾ ചാവും, ഫോണൊന്നും എടുക്കാൻ ലേറ്റായാൽ ഞാനിപ്പോൾ ചാവും. കുറേ ഗുളിയൊക്കെ വാങ്ങി കയ്യിൽ വെച്ചിട്ട് അങ്ങനെ പല സന്ദർഭങ്ങളും ഉണ്ടായിട്ടുണ്ട്. ആണെന്ന് പറഞ്ഞ വർഗത്തിന് ഇച്ചിരി ഒരു ഇത് സമൂഹത്തിൽ ഉണ്ടായിരിക്കണം. ഞാൻ പോലീസിനോട് അന്നും ചോദിച്ചായിരുന്നു, എൻ്റെ മോൻ്റെ സ്ഥാനത്ത് ആ പെൺകുട്ടിയായിരുന്നു എന്നുണ്ടെങ്കിൽ എന്താകും. പക്ഷേ ഇനി ഇത് ആവർത്തിക്കുകയല്ലേ ഉള്ളൂ. നമസ്കാരം. തിരുവനന്തപുരം കല്ലമ്പലം സ്വദേശിയായ കാർത്തിക് എന്ന 24-കാരൻ്റെ ആത്മഹത്യയിൽ ഗുരുതരമായ ആരോപണവുമായി കുടുംബം രംഗത്ത് വന്നിരിക്കുകയാണ്. കാർത്തിക്കിൻ്റെ ആത്മഹത്യക്ക് പിന്നിൽ പെൺസുഹൃത്താണ് എന്നുള്ള ഗുരുതരമായ ആരോപണമാണ് കുടുംബം നിലവിലിപ്പോൾ ഉന്നയിച്ചിരിക്കുന്നത്. ഇക്കഴിഞ്ഞ ജൂൺ മാസമായിരുന്നു ഈ 24-കാരൻ ജീവനൊടുക്കിയത്. ഈ ഒരു വിഷയത്തിൽ ഇപ്പോൾ കുടുംബം DGPക്ക് ഉൾപ്പെടെ പരാതി നൽകിയിരിക്കുകയാണ്. കാർത്തിക്കിൻ്റെ ആത്മഹത്യയാണ് ഇന്നത്തെ വിഷയം. ഇത് കാർത്തിക്കിൻ്റെ അമ്മ നിമ്മി, അവരുടെ കുടുംബത്തിൽ ദേവു, സുജി, അഖിൽ, അവരുടെ കുടുംബാംഗങ്ങൾ, ഞാൻ രാഹുൽ ഈശ്വർ, ഇത് മുകേഷ് നായർ. ഞങ്ങളിപ്പം DGPയുടെ ഓഫീസിൽ പോയി പരാതി കൊടുക്കുകയും അവിടുത്തെ ഉന്നത പോലീസ് അധികാരികളോട് സംസാരിച്ചിട്ട് വരികയും ചെയ്യുകയാണ്. അമ്മ തന്നെ സംസാരിക്കാൻ, ഞാൻ അതിനൊരു കോണ്ടെക്സ്റ്റ്, അതിൻ്റെ സാഹചര്യം എന്താണെന്നും കൂടെ ചെറുവാക്കുകളിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് പോകാം. കാർത്തിക് ഏകദേശം 3 ആഴ്ച മുമ്പാണ് ആത്മഹത്യ ചെയ്തത്. പെൺകുട്ടിയുടെ മാനസിക പീഡനം, പെൺകുട്ടി നിരന്തരമായി കാർത്തിക്കിനെ ഹരാസ് ചെയ്യുകയും മാനസിക പീഡനത്തിന് വിധേയനാക്കുന്നത് കൊണ്ടാണ് കാർത്തിക് ആത്മഹത്യ ചെയ്തത്. അതിന് എല്ലാ തത്തുല്യമായ തെളിവുകളും കാര്യങ്ങളും ഉണ്ട്. ആത്മഹത്യ ചെയ്യുന്ന സമയത്ത് അവർ തമ്മിൽ ഫോൺ കോളിലുണ്ടായിരുന്നു, വീഡിയോ കോൾ അടക്കമുള്ള കാര്യങ്ങളിലുണ്ടായിരുന്നു. പക്ഷേ ഈ ആത്മഹത്യയുടെ കാര്യങ്ങൾ അബറ്റ്മെന്റ് ടു സൂസൈഡ് അല്ലെങ്കിൽ ആത്മഹത്യാ പ്രേരണാ കുറ്റം തുടങ്ങിയ കാര്യങ്ങൾക്ക് മരിച്ച ആ ദിവസത്തിൻ്റെ അടുത്ത ദിവസങ്ങളിൽ തന്നെ അമ്മ പോലീസ് സ്റ്റേഷനിലേക്ക് പോയി പരാതിയും മറ്റും റേസ് ചെയ്തിരുന്നു. പോലീസുകാർ അതിൽ ആക്ഷൻ എടുത്തില്ലെന്ന് മാത്രമല്ല, പോലീസുകാർ വളരെ പച്ചയ്ക്ക് ഈ അമ്മയോട് അങ്ങനെ ഒരു പെൺകുട്ടിയുടെ മാനസിക പീഡനത്തിൽ ആണ് ആത്മഹത്യ ചെയ്താൽ കേസെടുക്കാനോ അവരെ ശിക്ഷിക്കാനോ അറസ്റ്റ് ചെയ്യാനോ ഒന്നും വകുപ്പില്ല എന്ന് പോലീസുകാർ ഈ അമ്മയോട് പറയുകയുണ്ടായി. നമ്മുടെ നാട്ടിൽ നമ്മൾ ഒറ്റ കാര്യം മാത്രം ചിന്തിച്ചാൽ മതി, ഇത് സംഭവിച്ചത് ആ പെൺകുട്ടിക്കായിരുന്നെങ്കിലും. ആ പെൺകുട്ടിയുടെ പേര് ഒന്നും പറയാത്തത് ആ മാന്യതയും മര്യാദയും കൊണ്ട് മാത്രമാണ്. ആ പെൺകുട്ടിക്ക് ആണ് ആത്മഹത്യ ചെയ്തിരുന്നെങ്കിൽ, ദൗർഭാഗ്യവശാൽ അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ, ആ പെൺകുട്ടി ആത്മഹത്യ ചെയ്തിരുന്നെങ്കിൽ ഒരു പക്ഷേ കാർത്തിക്കിൻ്റെ വീട്ടുകാരെ അടക്കം അറസ്റ്റ് ചെയ്യും. ആ പെൺകുട്ടി ഒരു സംശയരോഗമുള്ള അല്ലെങ്കിൽ വളരെയധികം എക്സ്ട്രീംലി പാരനോയിഡായ ഒക്കെ ഒരു വ്യക്തിയാണ്. സഹോദരിയുടെ അടുത്തും നടന്നൊരു സംഭവങ്ങളിൽ സഹോദരിയെയും കാർത്തികിനെയും ചേർത്തടക്കം പലപ്പോഴും അധിക്ഷേപിക്കുകയും ഒരു അവസരത്തിൽ ഈ കാർത്തികിൻ്റെ മേൽ ശാരീരിക ഉപദ്രവം വരെ ഏൽപ്പിക്കുകയും മറ്റും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ലാർജർ പോയിന്റ് എന്ന് പറഞ്ഞാൽ, പുരുഷന്മാർ പലപ്പോഴും ആത്മഹത്യ ചെയ്യുമ്പോഴോ അവർക്ക് ബുദ്ധിമുട്ടുണ്ടാകുമ്പോഴോ അവർക്കൊരു നീതി കിട്ടുന്നില്ല, പോലീസ് പലപ്പോഴും അനങ്ങുന്നില്ല. ഇതിനോട് നിങ്ങൾക്ക് കമ്പയർ ചെയ്യാൻ കഴിയുന്നത്, ഒരു സ്ത്രീ ആത്മഹത്യ ചെയ്യുകയോ ഒരു പെൺകുട്ടി ആത്മഹത്യ ചെയ്യുകയോ ചെയ്താൽ നമ്മുടെ മാധ്യമങ്ങളാകട്ടെ, പോലീസാകട്ടെ, കോടതിയാകട്ടെ വളരെ ഫാസ്റ്റായിട്ട് ആക്ട് ചെയ്യും. പുരുഷൻ എങ്ങനെ ആത്മഹത്യ ചെയ്താൽ, ഒരു ആൺകുട്ടി ആത്മഹത്യ ചെയ്താൽ യാതൊരു രീതിയിലുള്ള നടപടിയും നമ്മുടെ സംവിധാനം എടുക്കുന്നില്ല. നിമ്മി അമ്മയുടെ കാര്യം പറയുകയാണെങ്കിൽ, കുറേ കാലം മുമ്പ് അവരുടെ ഭർത്താവ് ഉപേക്ഷിച്ചു പോയതാണ്. 2 മക്കളാണ്, ഒരു മകന് വയ്യ. കാർത്തിക്കാണ് അവരുടെ വരുമാന മാർഗം, അവരുടെ കുടുംബങ്ങളുണ്ട്. ഇതൊക്കെ അത്താണിയായി നിന്ന കാർത്തിക്കാണ് ഇല്ലാതായത്. ഇപ്പോൾ ഞങ്ങൾ DGPയുടെ ഓഫീസിൽ പോയി വളരെ വിശദമായി അരമണിക്കൂറോളം അവിടെ ഇരുന്ന് അവിടുത്തെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരോട് സംസാരിച്ചു. അതിൻ്റെ റെസീറ്റും മറ്റു കാര്യങ്ങളും മേടിക്കുകയുണ്ടായി.
അപ്പോൾ ആ അമ്മ പറയുന്നത് പൊതുസമൂഹം കേൾക്കുകയും ഇത്തരത്തിലുള്ള, അതായത് നാളെ ആണു മരിച്ചാൽ അതിന് വിലയില്ലാത്ത ദുരവസ്ഥ ഈ നാട്ടിൽ ഉണ്ടാകരുത് എന്നുള്ളത് കൊണ്ടാണ്. അപ്പോൾ അമ്മ പറയുന്നത് കേൾക്കാം. നമുക്ക് എന്നിട്ട് ചോദ്യങ്ങളുണ്ടെങ്കിൽ എടുക്കാം. അവൾ നമ്മളടുത്ത് വിളിച്ചിട്ട് പറയുന്നത് അവൻ്റെ റൂം വരെ ഒന്ന് പോവാനായിട്ട്. പക്ഷേ മോൻ ഒന്നുകിൽ എൻ്റെ റൂമിലായിരിക്കും അല്ലെങ്കിൽ എൻ്റെ അമ്മയുടെ റൂമിലായിരിക്കും കിടക്കുന്നത്. പക്ഷേ അന്ന് എൻ്റെ അമ്മയുടെ റൂമിലാണ് അവൻ പോയി കിടന്നത്. ആ സമയത്ത് 11:15 അവനൊരു ഫോൺ വന്ന്, ആ ഫോൺ ഒറ്റ ബെല്ലുപോലും കേൾക്കുന്നതിന് മുമ്പ് അവൻ എടുത്തിരിക്കുന്നു. പക്ഷെ ആ എടുത്തിരിക്കുന്നത് മനസ്സിലായതും ആ ചാറ്റ് കണ്ടതിന് ശേഷമാണ്. പക്ഷേ അവൻ വന്നെൻ്റെ അടുത്ത് ഹെഡ്സെറ്റ് ചോദിച്ചു. അപ്പം ഹെഡ്സെറ്റ് ഞാൻ പറഞ്ഞു എൻ്റെ കയ്യിൽ ഇല്ല. അപ്പം തിരിച്ച് അവൻ ബാഗൊക്കെ നോക്കി, നാളെ ഹോസ്പിറ്റലിൽ പോകണമല്ലേ ഇതൊക്കെ നോക്കിയിട്ട് ഞാൻ പറഞ്ഞു ലൈസൻസ് തന്നാൽ നാളെ എംപ്ലോയ്മെൻറ്റിൽ കൊണ്ടുപോയി രജിസ്റ്റർ ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോഴേ അവൻ ലൈസൻസ് എടുത്തുകൊണ്ട് വന്ന് എൻ്റെ തന്നിട്ട് പറഞ്ഞു സർട്ടിഫിക്കറ്റ് നാളൊക്കെ തരാം. ഇതെല്ലാം പറഞ്ഞിട്ട് അവൻ വീണ്ടും അമ്മയുടെ റൂമിലോട്ട് പോയി. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കാണ്, ഏകദേശം ഒരു 11:42 ആയപ്പോഴത്തേക്കാണ് ഒരു ഫോൺ കോൾ വന്നു എൻ്റെ അമ്മയുടെ ഫോണിലോട്ട്. എന്നിട്ട് പറഞ്ഞത് അവൻ്റെ റൂം വരെ ഒന്ന് പോവാൻ പറഞ്ഞു. പക്ഷേ കാര്യമൊന്നും പറഞ്ഞില്ല. അപ്പോൾ എൻ്റെ അമ്മ എണീച്ച് വന്ന്, അപ്പോൾ എൻ്റെ അമ്മ വിചാരിച്ചു എൻ്റെ റൂമിലുണ്ടായിരിക്കും അവനെന്ന്. അവൻ അമ്മ എണീച്ച് ഫ്രണ്ടിലോട്ട് പോയി. കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ വീണ്ടും ഒരു ഫോൺ വന്നിട്ട് പറഞ്ഞു. അപ്പോൾ ഞാൻ ആ ഫോൺ എടുത്തേ. അപ്പോൾ വീണ്ടും പറയുന്നുണ്ട് അവൻ്റെ റൂം വരെ ഒന്ന് പോവാനായിട്ട്. അപ്പോൾ ഞാനിങ്ങനെ ചോദിച്ചു എന്താ കാര്യമെന്ന് വെച്ചു. ഞാൻ ചോദിച്ചു അവൻ്റെ റൂമില്ല, എന്താ കാര്യം പറയുന്നു പറഞ്ഞു. അല്ല അവൻ്റെ റൂമിലോട്ട് പോകാൻ പറഞ്ഞു. അപ്പോഴത്തേക്കും ഞാൻ ഫോൺ അവിടെ ഇട്ടിട്ട്, അപ്പോൾ എൻ്റെ അമ്മ പറഞ്ഞ് അവൻ്റെ ഈ റൂമിൽ കതവടച്ച് നിൽക്കുവാണെന്ന്. ആ ടൈം നമ്മൾ ടോർച്ച് എടുത്ത് പുറത്തൂടെ ഇറങ്ങി ചെന്ന് നോക്കിയ സമയത്തിനാണ് മോനിങ്ങനെ നിൽക്കുന്നത് കണ്ടത്. നമ്മളെ കൊണ്ട് ചവിട്ടി തുറക്കാനൊന്നും പറ്റിയില്ല. എന്നാലും മാക്സിമം നമ്മൾ ശ്രമിച്ചു. വഴിയെ പോയ ഒരാളും കൂടി വന്നാണ് ചവിട്ടി തുറന്ന് എൻ്റെ മോനെ നമ്മൾ ഇതാക്കിയത്. എന്നിട്ട് നെഞ്ചിലിങ്ങനെ അമർത്തിയപ്പോൾ മോനിങ്ങനെ ഒരുമാതിരി തിരിച്ചണക്കായി. പിന്നെ ഞാൻ തന്നെ ശ്വാസമൊക്കെ കൊടുക്കാൻ ശ്രമിച്ചു. പക്ഷെ അപ്പോഴത്തേക്ക് ഒരുമാതിരി സൗണ്ടാണ് അവൻ്റെ നിന്ന് വന്നുകൊണ്ടിരുന്നത്. പിന്നെ വന്നവരെല്ലാവരും കൂടി ചേർന്ന് വണ്ടിയൊക്കെ വിളിച്ച് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. ആ സമയം അവൻ്റെ റൂമിൽ അവനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കുറേ നേരം കഴിഞ്ഞപ്പോഴും അവൻ ഈ ഫോൺ ഇങ്ങനെ ഓണാക്കി ഇങ്ങനെ വെച്ചിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോഴേ അതിലിങ്ങനെ മെസ്സേജുകൾ വന്നുകൊണ്ടിരിക്കുന്നു. അപ്പോഴാണ് കാണുന്നത് ഇങ്ങനെ ഇത് ഓണായിരുന്നു ഇതാക്കും. അപ്പോൾ തന്നെ നമ്മൾ ആ ഫോണിൽ വിളിച്ചപ്പോൾ ആ പെൺകുട്ടി ഫോൺ എടുത്തിട്ട് പറഞ്ഞ് അവൻ എന്ത് പറ്റിയെന്ന് പറയാൻ പറഞ്ഞു. നേരെ അവൾ പോയതും പാരിപ്പള്ളി മെഡിക്കൽ കോളേജിലാണ് പോയത്. പോയിട്ട് അവളുടെ അച്ഛനെ കൊണ്ട് ആംബുലൻസിലെ ഡ്രൈവറിനെ വിളിപ്പിച്ചു. അപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞു നിങ്ങളുടെ മോള് കാരണം ഒരു ആൺകുട്ടിയുടെ ജീവൻ അങ്ങ് പോയി. അപ്പോഴേ അവൾ ആ ദിവസം തന്നെ അവിടെ നിന്ന് പോയി. പിന്നെ കുറച്ച് ദിവസത്തേക്ക് അവരുടെ വീട്ടിൽ അവരാരും ഉണ്ടായിരുന്നില്ല. പിറ്റേ ദിവസം 2 ദിവസം കഴിഞ്ഞിട്ട് ഞാൻ കല്ലമ്പലം സ്റ്റേഷനിൽ കൊണ്ടുപോയി ഒരു കംപ്ലൈൻറ്റ് കൊടുത്തു. കാരണം പോലീസ് ഒന്ന് വീട്ടിൽ വരെയാവട്ടെ, ഒന്ന് അന്വേഷിക്കാവട്ടെ, ഒന്നും ചെയ്തില്ല. ഇതുകൊണ്ട് ഞാൻ തന്നെ സ്റ്റേഷനിൽ ചെന്ന് എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഒരു പരാതി എഴുതി ഞാൻ കൊടുത്ത സമയത്ത് ആ പോലീസ് എൻ്റെ അടുത്ത് പറഞ്ഞതാണ് ഇത്ര വർഷം സ്നേഹിച്ചവരിൽ ആ പെൺകുട്ടി പറഞ്ഞു അവനോട് ചാവാൻ പറഞ്ഞു. അവൻ ചത്തു. ഇനി എന്ത് ആക്ഷൻ നമ്മൾ എടുക്കണം? ഒരാക്ഷനും ഒരു പെൺകുട്ടിക്കെതിരെ എടുക്കാൻ പറ്റത്തില്ല എന്ന് പറയും. അപ്പോൾ ഞാൻ ചോദിച്ചു അപ്പോൾ പെണ്ണ് എന്ത് കാണിച്ചിട്ട് വന്നാലും ഒരു പ്രശ്നമില്ലല്ലോ നിങ്ങൾക്ക്? അപ്പോൾ ഒന്നും മിണ്ടിയില്ല. എന്നിട്ട് ഞാൻ ചോദിച്ചു നാളെ ഞാൻ എന്തെങ്കിലും കാണിച്ചിട്ട് വന്നാലും നിങ്ങൾ ഇത് തന്നെ ആയിരിക്കണം പറയേണ്ടതെന്ന് പറയും. അതിന് ശേഷമാണ് അവർ വീട്ടിൽ വന്ന് ആ ഫാനിൻ്റെ ബാക്കി കംപ്ലീറ്റ് കാര്യങ്ങളും എല്ലാം അഴിച്ചിട്ടുകൊണ്ട് പോയത്. പക്ഷേ ഇത്രയും തെളിവുകൾ നമ്മുടെ കയ്യിലുണ്ട്. ആ ടൈം ആ മോനെ ഒരു 11:15 അവൾ വിളിച്ചിരിക്കുന്നു. ആ ഫോൺ എടുത്തെന്ന് പോലും നമുക്ക് മനസ്സിലായത് അവൻ്റെ ആ ചാറ്റും കാര്യങ്ങളും കണ്ടപ്പോഴാണ്. അപ്പോഴും നീ എവിടെ പോയടാ, നിന്റെ എന്നെ ചേർത്ത് പച്ച ചീത്തയാണ് വിളിച്ചിരിക്കുന്നത്, പച്ച ചീത്ത. അത് അവൻ്റെ മെസ്സേജ് കാണുമ്പോൾ അറിയാം. അതുപോലും പോലീസ് വാങ്ങിച്ച് നോക്കാനായിട്ട് ഒരിത് കാണിച്ചില്ല എൻ്റെ അടുത്തൊന്നും. ഒരു പോലീസ്, പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഞാൻ ചെല്ലുന്നതുകൊണ്ട് ഒരു പോലീസ് മാത്രം കാര്യങ്ങളെല്ലാം വിശദമായിട്ട് ചോദിച്ചായിരുന്നു. പിന്നെ ഒരു പോലീസിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു അവളെ വിളിക്കുമ്പോൾ ജസ്റ്റ് ഒന്ന് വിളിക്കണം, എനിക്കൊന്ന് കാണണമെന്ന് പറഞ്ഞു. എന്നിട്ട് പോലും അവരെന്നെ വിളിച്ചില്ല. പിന്നെ എൻ്റെ മോൻ്റെ ഫോൺ അതെനിക്ക് ഇന്നലെ തിരിച്ചു തന്നു. ഇത്രയും തെളിവുണ്ടായിട്ടും അവർ ഇതുവരേക്കും ഒന്നും ചെയ്തില്ല. അപ്പോൾ ഒരു പെൺകുട്ടി ചെയ്തിട്ട് വന്നു കഴിഞ്ഞാൽ ഒരു പ്രശ്നമില്ല. നേരെ തിരിച്ച് ഞാൻ അവരോട് ചോദിച്ചു എൻ്റെ മോനാണ് ഇങ്ങനെ, കാരണം അവൾ സംഭവിച്ചിരുന്നതെന്നുണ്ടെങ്കിൽ ഞാൻ അടക്കം ഇന്ന് എവിടെ ഇരിക്കുമെന്ന് ചോദിച്ചു. അപ്പോഴും അവർ ഒന്നും മിണ്ടില്ല. എന്നിട്ട് അവർ പോലീസിൻ്റെ അടുത്ത് ഞാൻ ചോദിച്ചു ആണെന്ന് പറഞ്ഞ് നിങ്ങൾക്ക് ഉൾപ്പെടെ ഒരു നിലയില്ലേ സാറേന്ന് തന്നെ ഞാൻ ചോദിച്ചായിരുന്നു. എന്നിട്ടും അവരൊന്നും മിണ്ടിയില്ല. അവർ ചെല്ലുമ്പോൾ മൊത്തം
കുഴപ്പമില്ല, നമ്മൾ അന്വേഷിക്കും, ഒരു പെൺകുട്ടിയെ വിളിച്ച് ചോദ്യം ചെയ്യുന്നതിന് ഒരു പരിധിയുണ്ട് എന്നൊക്കെയാണ് അവൾ പറയുന്നത്. പക്ഷെ എൻ്റെ കൊച്ചിനെ അത്രയും ടോർച്ചർ ചെയ്യുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ എൻ്റെ മോനെയും കൊണ്ട് ഹോസ്പിറ്റലിൽ കിടക്കുന്ന സമയത്ത് പോലും അവൻ അവിടെ നിൽക്കുന്നത് എന്തിന് എന്ന് ചോദിക്കുന്നുണ്ട്. കാരണം മാത്രമേ ഉള്ളൂ നമുക്കൊരു ആശ്രയമായിട്ട്. അപ്പോൾ അതിനെന്നെ കൊച്ചിനെ ഒരുപാട് ചീത്തയാണ് വിളിക്കുന്നത്, വേറെ ഒന്നുമല്ല. പച്ചത്തെറിയ ആ കുട്ടിയെ വിളിച്ചുകൊണ്ടിരുന്നത്. എന്നിട്ട് അവൻ പറയുന്നുണ്ട്, എന്നെ ചീത്ത വിളിക്കല്ലേ എന്ന് അവൻ ഒത്തിരി പ്രാവശ്യം പറയുന്നുണ്ട്. അതൊന്നും കേൾക്കുന്നില്ല. ഒന്ന് പറഞ്ഞ് ഫോൺ എടുക്കണം, ഫുൾ ടൈം അവൻ ഫോൺ എടുക്കണം. ഫോൺ എടുത്തില്ല എന്നുണ്ടെങ്കിൽ ഒന്നുകിൽ ഡയറക്റ്റ് ആ പരിസരത്ത് എവിടെയെങ്കിലും വരികയോ വീട്ടിൽ കയറി വരികയോ ഒക്കെ ചെയ്യും. ഇപ്പോഴെല്ലാം അറിയുന്നത്, ഒരു പ്രാവശ്യം വീട്ടിൽ കയറി വന്നിട്ട് വീട്ടിൽ മോളും മോനും എല്ലാവരും ഇരിക്കുകയാണ്. അവനെ പിടിച്ചുകൊണ്ട് പോയിട്ട് പുറത്ത് വെച്ച് അടിച്ചു എന്ന്. പക്ഷേ അവൾ എന്ത് കാണിച്ചാലും അവൻ അത്രയും പ്രൊട്ടക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അവളെ. പിന്നെ ഇടയ്ക്കിടയ്ക്ക് അവളൊരു ആത്മഹത്യാ ഭീഷണി മുഴക്കും, ഞാനിപ്പോൾ ചാവും, ഫോണൊന്നും എടുക്കാൻ ലേറ്റായാൽ ഞാനിപ്പോൾ ചാവും, കുറേ ഗുളിയൊക്കെ വാങ്ങി കയ്യിൽ വെച്ചിട്ട് അങ്ങനെ പല സന്ദർഭങ്ങളും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ പലരും ഇവൻ ഫോൺ എടുത്ത് എറിയും, അങ്ങനെയൊക്കെ പല സന്ദർഭങ്ങളും ഉണ്ടായി. ഇവൻ ഫോൺ സ്വിച്ച് ഓഫ് ആക്കി വെച്ചിരിക്കുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ അമ്മയുടെ ഫോണിൽ വിളിച്ചിട്ട് ഒന്നുകിൽ അവൻ്റെ മിസ്സാണെന്ന് പറയും. ഇവൻ SSC പഠിക്കുവാണ്, അതിൻ്റെ ഇടയിൽ കൂടെയാണ് ഈ ഡ്രൈവർ ജോലിക്കും പോകുന്നത്. അപ്പോൾ ഒന്നുകിൽ അവൻ്റെ മിസ്സാണെന്ന് പറയും, അതല്ലാന്നുണ്ടെങ്കിൽ വണ്ടിയോട്ടത്തിൻ്റെ കാര്യം പറഞ്ഞാണ് അവർ വിളിക്കുന്നത്. പക്ഷേ ആ സമയത്തും നമ്മൾ ഫോൺ എടുക്കുമ്പോൾ അത്രയും റേസായിട്ടാണ് വിളിക്കുന്നത്. നിങ്ങൾ ആരും അവൻ്റെ ഫോൺ എടുക്കാൻ എന്നും ചോദിച്ചാണ് നമ്മൾ ഇതാക്കുന്നത്. ആ സമയത്ത് എൻ്റെ അമ്മ പറഞ്ഞു, കുറച്ച് ദിവസം കൊണ്ട് ഇതെനിക്ക് ഫോൺ വരുന്നുണ്ട്, പക്ഷേ ഇതാരാണെന്ന് ചെക്ക് ചെയ്യണം. അപ്പോൾ ഞാൻ ഇങ്ങനെ ഫോണിൽ അടിച്ചു നോക്കിയപ്പോൾ ഈ പെൺകുട്ടിയുടെ പേരാ കാണിച്ചത്. ഞാൻ തിരിച്ച് വിളിച്ച് ചോദിച്ചപ്പോഴത്തേക്കാണ് എൻ്റെ അടുത്ത് അവൾ അച്ഛനെയും അമ്മേനെയും എല്ലാവരെയും കൊണ്ട് സത്യം ചെയ്തിട്ട് പറഞ്ഞു, ഇപ്പം അങ്ങനെ ഒരു റിലേഷൻ പോലും ഇല്ല, വെറുതെ ഒരുപാട് നാളായി കണ്ടിട്ട് മെസ്സേജ് അയച്ചിട്ടോ വിളിച്ചിട്ടോ അതുകൊണ്ട് മാത്രമാണ് വന്നത്, ഞാൻ വിളിച്ചത് എന്നാണ് പറഞ്ഞത്. ഇനി മേലിൽ വിളിക്കില്ല എന്ന് പറഞ്ഞു. പക്ഷേ ഞാനത് വിശ്വസിച്ചു. ഒരു പെൺകുട്ടി സത്യം ചെയ്ത് പറഞ്ഞതുകൊണ്ട് നമ്മളൊന്നും നമ്മുടെ അച്ഛനമ്മമാരെ കൊണ്ട് കള്ളസത്യം ചെയ്യത്തില്ല. പിന്നെ ഇപ്പം ഇവ മരിക്കുന്നതിന് തന്നെ ഒരു 3 ആഴ്ച മുമ്പ് എനിക്കറിയാം, ഞാനൊരു 2 ആഴ്ചക്കാലം ഹോസ്പിറ്റലിലാണ്. ഈ ഹോസ്പിറ്റലിൽ നിൽക്കുന്ന ടൈം പോലും അവൻ്റെ ഫോൺ ഫുൾ ബിസിയാണ്. നമ്മൾ വിളിച്ചാൽ പോലും അവന് ഫോൺ എടുക്കാനായിട്ട് പറ്റുന്നില്ല. കാരണം നമ്മൾ വിളിക്കുമ്പോൾ അപ്പോൾ ഞാൻ ചോദിക്കും, എന്താ ഇത്രയും ബിസി ആവുന്ന കാര്യം? അപ്പോഴൊക്കെ ഇതാണ് ബിസി. പിന്നെ നമ്മൾ എവിടെ നിൽക്കുന്നു അതെല്ലാം അവൾക്ക് അപ്പോഴും തന്നെ എന്തോ ഒരു സംഭവം വീഡിയോ കണക്ക് ഇങ്ങനെ കാണിച്ചു കൊടുക്കണം. പക്ഷേ ഭയങ്കരമായിട്ട് എൻ്റെ കൊച്ചിനെ ടോർച്ചർ ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. പിന്നെ അവൻ്റെ നിന്ന് പൈസ ആയിട്ട് അങ്ങനെയും കുറേ സംഭവങ്ങൾ ആ കുട്ടി പറ്റിയിട്ടുണ്ട്. കാരണം ലാസ്റ്റ് നിമിഷങ്ങളിലൊന്നും അവൻ്റെ കയ്യിൽ പൈസ ഇല്ല. അവനാണ് നമ്മുടെ ഏക ഒരാശ്രയം. പക്ഷേ എന്താ പറയുക, ഞാൻ പോലീസിനോടും പറഞ്ഞു, ഇന്ന് എൻ്റെ മോന് പറ്റി എനിക്ക് നാളെ ഒരാൺകുട്ടിക്കും പറ്റരുതെന്ന്. കാരണം അവളെ പോലുള്ള പെൺകുട്ടികളാണെന്നുണ്ടെങ്കിൽ ഇന്ന് എൻ്റെ മോൻ ബലിയാടായതുപോലെ തന്നെ നാളെ മറ്റൊരാൺകുട്ടിയും ഇതുപോലാവും. പക്ഷേ ഒരിക്കലും ഒരാണിന് നീതി കിട്ടില്ല എന്ന് പറഞ്ഞാൽ എവിടെന്നാ ഇത്? ഇങ്ങനെയാണോ ലോകം? പക്ഷേ അത്രയും തെളിവുകളുണ്ട്. അവൾ ഇതിന് മുമ്പ് ആ സമയത്ത് പോലും അവളുടെ കയ്യിൽ അവൻ ചെയ്യുന്ന ഇതെല്ലാം സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിരിക്കുക. അപ്പോൾ അവൾ എത്ര ധൈര്യമുള്ളവളാ? ഇതിന് മുമ്പും ചെയ്യാൻ ശ്രമിച്ചു എന്ന് പറയും. എന്നിട്ടെങ്കിലും ആരെങ്കിലും ഒക്കെ വിളിച്ചറിയിച്ചുകൂടായിരുന്നു. അവൾ ആരെയും അറിയിച്ചിട്ടില്ല. അവളുടെ ഇപ്പം ഫ്രണ്ട്സുമായിട്ട് പോയാലും ആ ഫ്രണ്ട്സിനെ വിളിച്ചവൾ ചീത്ത വിളിക്കുന്നുണ്ട്. ഈ മോളെ പോലും ഒത്തിരി തവണ ചീത്ത വിളിച്ചു. അടിസ്ഥാനപരമായ മാനസിക പീഡനം, ടോർച്ചർ, സംശയരോഗമാണ്. ഇതിൽ നിങ്ങൾ ഓരോരുത്തരും ചിന്തിക്കേണ്ട ഒരു കാര്യം, ഇത് തിരിച്ച് സംഭവിച്ചു എന്നിരിക്കട്ടെ. ഒരു പയ്യൻ പെണ്ണിനോട് ചെയ്തു. ആ പയ്യന്റെ സംശയരോഗം കാരണം, പയ്യന്റെ ടോർച്ചർ കാരണം, മാനസിക പീഡനം കാരണം ഒരു പെൺകുട്ടി ആത്മഹത്യ ചെയ്താൽ, പ്രത്യേകിച്ച് പെൺകുട്ടിയുടെ വീട്ടുകാർ പരാതി കൊടുത്ത വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്നും കൂടി പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ അവന്റെ വീട്ടുകാരെ അല്ലെങ്കിൽ 100% അറസ്റ്റ് ഉണ്ടാകും. ഇതിൽ അറസ്റ്റ് പോയിട്ട് പോലീസുകാരെ അമ്മയോട് പറഞ്ഞതുപോലെ അങ്ങനെ ആണിന് നീതി കൊടുക്കാൻ, നിങ്ങൾ അതാണ് ശ്രദ്ധിക്കേണ്ടത്, ആണിന് നീതി കൊടുക്കാൻ വകുപ്പില്ല എന്ന് പോലീസുകാർ പറയുകയാണ്. ആണങ്ങനെ ആത്മഹത്യ ചെയ്താൽ ആണിന് നീതി കൊടുക്കാൻ വകുപ്പോ? ഈ അമ്മയോട് പോലീസുകാർ നേരിട്ട് പറയാണ്, ആ പെൺകുട്ടിക്കെതിരെ അന്വേഷണവും അറസ്റ്റും ഒന്നും നടക്കില്ല, പെണ്ണല്ലേ. അതെന്താ അങ്ങനെ? അതെന്ത് തരം നിയമമാണ്? ഈ നാട്ടിലെ ആണുങ്ങൾ ഈ നാടിന്റെ മക്കളല്ലേ?
ഞങ്ങളടക്കമുള്ളവർ ഈ നാട്ടിൽ ജീവിക്കുന്നത് നമുക്ക് നീതിയുടെ ആവശ്യമില്ലേ? ഒരു പയ്യൻ ആത്മഹത്യ ചെയ്തിട്ട് പോലീസുകാർ, അതായത് മരിച്ച് ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ മരിച്ച ആ പുരുഷന്റെ മരിച്ച പയ്യന്റെ അമ്മയോട് പറയുകയാണ് അത് പെണ്ണല്ലേ, അതുകൊണ്ട് നമുക്ക് ആക്ഷൻ ഒന്നും എടുക്കാൻ പറ്റില്ല. അത് പോലീസുകാരുടെ മാത്രം കുഴപ്പമല്ല, പോലീസുകാരുടെ കുഴപ്പം തീർച്ചയായിട്ടും ഉണ്ട്. ഞാൻ മുമ്പ് ഇതുപോലെ ഇതേ പ്രസ് മീറ്റിൽ സുനീറിന്റെ ഉമ്മയുമായിട്ട് നമ്മൾ പോലീസുകാർ എന്നോട് പറഞ്ഞാണ്, പോലീസുകാർ എന്നോട് കുറച്ച് പുച്ഛത്തോടെയും പരിഹാസത്തോടെയും പറഞ്ഞാണ്, നിങ്ങൾ അഡ്വക്കേറ്റ് അല്ലേ, നിങ്ങൾക്ക് അറിഞ്ഞൂടെ, നമുക്ക് വകുപ്പൊന്നുമില്ല. എന്തൊരു നാടാണ്. അതായത് ഒരു പെൺകുട്ടി മരിക്കുകയാണെങ്കിൽ, ഇപ്പം നിങ്ങളുടെ അടുത്താണ് അമ്മ വരുന്നത്, പോലീസ് സ്റ്റേഷനിൽ നിരന്തരമായി പോവുകയാണ്, ഫോളോ അപ്പ് ചെയ്യുകയാണ്. ഇന്ന് DGPയുടെ ഓഫീസിൽ പോയി. ഒരു പെൺകുട്ടി ഇതേപോലെ ആത്മഹത്യ ചെയ്തിരുന്നെങ്കിൽ മീഡിയക്കാരെല്ലാം അങ്ങോട്ട് പോകുമായിരുന്നു, പത്രക്കാർ പോകുമായിരുന്നു, പോലീസുകാർ പോകുമായിരുന്നു, അവിടുത്തെ സമൂഹത്തിലെ നേതാക്കൾ പോകുമായിരുന്നു, സ്ത്രീ സുരക്ഷ, സ്ത്രീ എംപവർമെന്റ് തുടങ്ങി ഒരുപാട് കാര്യങ്ങൾ പറയും. തിരിച്ചു പറയുമ്പോൾ ഇവിടെ ഒരു സ്പേസ് ഇല്ല, അല്ലെങ്കിൽ ഒരു സ്കോപ്പ് ഇല്ല എന്നുള്ളതാണ്. ആണിന് നീതി കൊടുക്കാൻ ഈ നാട്ടിൽ വകുപ്പില്ല എന്ന് പോലീസുകാർ പറയുന്ന ഒരു നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത്. കേൾക്കുന്ന ഓരോ ആണുങ്ങളും കൂടി ചിന്തിക്കണം, അല്ലെങ്കിൽ വീട്ടിൽ അച്ഛനോ സഹോദരനോ മകനോ ഒക്കെയുള്ള ഓരോ സ്ത്രീയും ചിന്തിക്കണം. ആണിന് നീതി കൊടുക്കാൻ വകുപ്പില്ല എന്ന് പോലീസുകാർ ഔദ്യോഗികമായി ഒരു വീട്ടുകാരോട് പറയുന്ന ഒരു ദൗർഭാഗ്യമാണുള്ളത്. നമ്മുടെ കാർത്തികിന്റെ സുഹൃത്ത് അഖിലുണ്ട്, മോളുണ്ട്. മോൾക്ക് എന്നെ ഇടയ്ക്കിടയ്ക്ക് വിളിച്ചിട്ട് ഇവളിങ്ങനെ ചീത്ത വിളിക്കുമായിരുന്നു. എന്നിട്ട് അവൻ്റെ അക്കൗണ്ടിൽ നിന്നാണ് അവൾ ലോഗിൻ ചെയ്തിട്ട് എന്നെ ഇങ്ങനെ വിളിക്കുന്നത്. എന്നിട്ട് വാട്സപ്പിലും എല്ലാത്തിലും എന്നെ ബ്ലോക്ക് ചെയ്തിട്ട് ഞാൻ അവനെ ഇങ്ങോട്ട് വിളിക്കുവാണെങ്കിൽ എനിക്ക് എടുക്കത്തൊന്നുമില്ല. നമ്മൾ ഹോസ്പിറ്റലിലായിരുന്നപ്പോഴും ഞാൻ ഒറ്റയ്ക്കായിരുന്നപ്പോഴത്തേക്ക് അവനെ വിളിച്ചിട്ട് എനിക്ക് കിട്ടിയില്ല. പിന്നെ ഞാൻ അപ്പേനാണ് വിളിച്ചിട്ട് അവൻ്റെ അടുത്ത് വിളിച്ചിട്ട് വരാൻ പറഞ്ഞത്. ഞാനും അവനും ഇരിക്കുന്നത് അവൾക്ക് ഇഷ്ടമല്ല, ഞാൻ അവൻ്റെ ഡ്രസ്സ് ഇടുന്നത് ഇഷ്ടമല്ല. എന്നിട്ട് അതിനെയൊക്കെ കുറിച്ചിട്ട് എന്നെ ചീത്ത വിളിച്ചിട്ട് ഞാൻ ഫോൺ എടുത്തില്ലെങ്കിൽ എൻ്റെ അമ്മേനെയൊക്കെ വിളിച്ചിട്ട് ചീത്ത വിളിക്കും. അങ്ങനെ ഞാൻ അവളുടെ അക്കൗണ്ട് അവളുടെ നമ്പർ ബ്ലോക്ക് ചെയ്ത് അവളുടെ അമ്മയുടെയോ അവളുടെ അച്ഛൻ്റെയോ നമ്പറിൽ നിന്ന് രാത്രി എന്നെ വിളിച്ചിട്ട് ചീത്ത വിളിക്കും. പിന്നെ കുറച്ച് മാസം മുമ്പ് ഞാനും അവനും കൂടെ വീട്ടിൽ ഇരുന്നപ്പോഴത്തേക്ക് അവളിങ്ങനെ കയറി വന്നിട്ട് കാർത്തിക് അല്ലേനും വിളിച്ചിട്ട് ഇറങ്ങിപ്പോയപ്പോഴത്തേക്ക് അവനെ അടിക്കുകയും അവൻ ഒന്നും മിണ്ടാതെ ഇങ്ങനെ നിന്നിട്ട് ഞാൻ ചെന്നപ്പോഴത്തേക്ക് അവളെ ഇറങ്ങി പോവുകയും ചെയ്തു. ഒരുപാട് അത്തരം സംഭവങ്ങൾ അവര് മൊഴി കൊടുക്കുകയും പറയാനും ഒക്കെ തയ്യാറായിട്ടുണ്ട്. പക്ഷേ പോലീസ് പലപ്പോഴും ആക്ഷൻ എടുക്കുന്നില്ല എന്നുള്ളൊരു വിഷമകരമായ കാര്യമുണ്ട്. അവിടെയാണ് ഇത് നിങ്ങൾ തന്നെ വെറുതെ നിങ്ങൾ ഓരോ പത്രപ്രവർത്തകരും ഒന്ന് ചിന്തിച്ചാൽ മതി. ഇത് തിരിച്ച് ഇതേ പരാതി ഒരു പെൺകുട്ടി കൊടുക്കുക, എന്നെ വീട്ടിൽ വിളിച്ച് അസഭ്യം പറഞ്ഞു, എന്നെ അധിക്ഷേപിച്ചു, വീട്ടുകാരെയോ സഹോദരനെയോ ഒക്കെ പറഞ്ഞു എന്ന് പറഞ്ഞാൽ അവരുടെ കുടുംബത്തെ മുഴുവൻ അറസ്റ്റ് ചെയ്യാനുള്ള വകുപ്പുകൾ ഈ നാട്ടിലുണ്ട്. തിരിച്ച് പോലീസ് ഈ പെൺകുട്ടിയെ വിളിച്ചന്വേഷിക്കാനോ മറ്റും ചെയ്യാനുള്ള സ്കോപ്പ് പോലും ഈ നാട്ടിൽ ഇല്ല എന്നുള്ളതാണ് നമ്മുടെ നിയമ സംവിധാനത്തിന്റെയും പോലീസ് സംവിധാനത്തിന്റെയും പ്രശ്നം. എത്ര കാർത്തികുമാർ, എത്ര സുനീറുമാർ ആത്മഹത്യ ചെയ്താലാണ് ഇത് മാറുക? എത്ര ആൾക്കാരുടെ ജീവൻ പോയാലാണ്? എനിക്കത് വ്യക്തിപരമായ ഇത്തരം കേസുകളിൽ ഡീൽ ചെയ്തുകൊണ്ട് അറിയാം. ആത്മഹത്യയെ പോലെ തന്നെ വേദനാജനകമാണ് ആ ആത്മഹത്യക്ക് ശേഷം ഒരു നീതിയും ഈ നാട്ടിലില്ല എന്നുള്ള പ്രശ്നം. ആത്മഹത്യയെ പോലെ തന്നെ വേദനാജനകമാണ് ആത്മഹത്യ ചെയ്ത ആ കുടുംബത്തിന് ഏതെങ്കിലും തരത്തിലുള്ളൊരു നീതിയോ ഏതെങ്കിലും തരത്തിലുള്ളൊരു ജസ്റ്റിസോ അന്വേഷണമോ. അബറ്റ്മെന്റ് ടു സൂയിസൈഡ് എന്ന് പറയുന്ന ഒരു വകുപ്പ് നമ്മുടെ നിയമ സംവിധാനത്തിലുണ്ട്, ആത്മഹത്യാ പ്രേരണാ കുറ്റം. ആ ആത്മഹത്യാ പ്രേരണാ കുറ്റം എവിഡന്റ്ലി എസ്റ്റാബ്ലിഷ് ചെയ്യാൻ കഴിയുന്ന ഫോൺ റെക്കോർഡ്സ്, അവരുടെ കോള്, ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു തുടങ്ങി ഒരുപാട് കാര്യങ്ങളുണ്ട്. പോലീസുകാർ എന്നിട്ട് ഇന്നലെ മൊബൈൽ തിരിച്ചു വന്നു, പോലീസുകാർ മൊബൈൽ തിരിച്ചു വന്നു. അപ്പോൾ അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ പോലീസുകാർ അന്വേഷിച്ചിട്ട് പോലുമില്ല. ഞങ്ങൾ ഇന്ന് DGPയുടെ ഓഫീസിൽ പോയപ്പോൾ അവർ പറഞ്ഞു അപ്പോൾ ഫോറൻസിക്കിനൊന്നും കൊടുത്തിട്ടില്ല. അതായത് ഇതെടുത്തു തിരിച്ചു കൊടുത്തു, അല്ലാതെ ഏതെങ്കിലും തരത്തിലുള്ള അന്വേഷണം. എന്നിട്ട് ആ പോലീസുകാരനെ മോശമായിട്ട് പറയല്ല, ആ പോലീസുകാരൻ യാതൊരു ധാർമ്മികതയും, കുറച്ചുകൂടെ പച്ചഭാഷയിൽ പറഞ്ഞാൽ അവിടുത്തെ പ്രത്യേക അവരുടെ ലൊക്കാലിറ്റിയിലെ പോലീസുകാരനാണ്, യാതൊരു മടിയും ഉളുപ്പും കൂടാതെ പറയുകയാണ്, ഒരു പെൺകുട്ടി ആയതുകൊണ്ട് അങ്ങനെ അന്വേഷണത്തിനും അറസ്റ്റിനും ഒന്നും സ്കോപ്പില്ല, നിങ്ങൾ ആ കേസ് അങ്ങ് വിട്ടേക്കാൻ. നിങ്ങളോട് മാധ്യമങ്ങളോടും DGPയോടും കുറച്ച് കഴിഞ്ഞ് കോടതിയിലും പറയാതെ വേറെ എന്ത് ചെയ്യാനാണിത്? വേറെ എന്താ ഇവർക്ക് സ്കോപ്പ്? ഇനി ഇതിന്റെ ഒരു തീവ്രത നമുക്ക് മനസ്സിലാകണമെങ്കിൽ എപ്പോഴെങ്കിലും നമ്മളോട് ബന്ധപ്പെട്ടവർക്കോ നമ്മുടെ സുഹൃത്തുക്കൾക്കോ ഒക്കെ ഇത്തരത്തിലോ എന്തെങ്കിലും സംഭവിച്ചാൽ മാത്രമാണ് നമുക്കതിന്റെ വേദന മനസ്സിലാകുക. കാര്യം ആരാന്റെ സഹോദരൻ ആത്മഹത്യ ചെയ്താൽ നമുക്ക് ആർക്കും വേദന ഉണ്ടാകില്ല. പക്ഷെ നമ്മുടെ ആരെങ്കിലും ആണെങ്കിലോ, നമ്മുടെ മകനോ നമ്മുടെ സഹോദരനോ നമ്മുടെ വീട്ടിലുള്ളവരാകുമ്പോഴാണ് വിഷമമുണ്ടാകുക. ഇങ്ങനെയാണ് ഞാനും ശ്രീ മുകേഷും ഇവരെ കൊണ്ട് രാവിലെ അവരുടെ കുടുംബമുണ്ട്,
DGPയുടെ ഓഫീസിൽ പോയി അവിടെ സംസാരിക്കാൻ പറ്റുണ്ടായി. സുഹൃത്തിനും കൂടെ പറയാനുള്ളൊരു കാര്യം. ഇതിന് 2 ദിവസം മുമ്പാണ് തമ്പു ഹോസ്പിറ്റലിൽ നിന്ന് വീട്ടിലെത്തുന്നത്. അന്ന് കാർത്തിക് വീട്ടിലെത്തുന്നത്. അന്ന് എന്നെ വിളിച്ചിട്ട് ഞാനും തമ്പും പുറത്തു പോയി ജസ്റ്റ് ഇറങ്ങിയിട്ടൊക്കെ തിരിച്ച് വീടിൻ്റെ താഴെ നമ്മൾ കാറിലിരിക്കുമ്പോഴത്തേക്കാണ് തമ്പു ആദ്യമായിട്ട് പറയണത്, എൻ്റെ ചേട്ടൻ്റെ എൻഗേജ്മെൻറ്റിന് എനിക്ക് പോകാൻ പറ്റിയില്ല, കാര്യം അവൻ്റെ പെങ്ങളെയും അവനെയും ചേർത്ത് മോശമായിട്ട് ആ സ്നേഹിക്കുന്ന പെങ്കൊച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ചോദിച്ചു, നീ എന്താ പ്രതികരിക്കാത്തത്? എനിക്കിപ്പോൾ എന്നെ അങ്ങനെ ടോർച്ചർ, എൻ്റെ അമ്മേനെയും ചേട്ടനെയും കൊണ്ട് ഹോസ്പിറ്റലിൽ നിന്നപ്പോൾ നീ എന്തിനാ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയത്? നീ എന്തിനാ അവരെ കൂടെ നിൽക്കണത്? നീ ഇവിടെ നില്ല്, അവരെന്താ ചെയ്തോളൂ. അപ്പോൾ അതെല്ലാം പറഞ്ഞു. ഹോസ്പിറ്റലിൽ വെച്ച് ഫോൺ വിളിക്കാത്തതിന് പ്രശ്നം, ടോർച്ചർ ചെയ്യുന്ന പറഞ്ഞാൽ അറ്റം ആയിരുന്നു. അത് എൻ്റെ അടുത്ത് അന്ന് ആദ്യമായിട്ടാണ് ഇത്തരം ആൾക്കാരുടെ പറയണത്. അതിരൂക്ഷമായ ഒരുപാട് കാര്യങ്ങളുണ്ട് ഒരു പൊതുമണ്ഡലത്തിൽ പറയാൻ കഴിയുന്നതിനപ്പുറം. പെട്ടെന്ന് കാർത്തികിന്റെ കാര്യം ഓർമ്മ വന്നപ്പോൾ എനിക്ക് നമ്മുടെ ഷാരനെയാണ് ഓർമ്മ വന്നത്. അതായത് ഗ്രീഷ്മ വിഷം കൊടുത്തു കൊല്ലുന്ന അവസാന അവസരത്തിൽ പോലും ഗ്രീഷ്മയെ പ്രൊട്ടക്ട് ചെയ്യാൻ ശ്രമിക്കുകയാണ്. ഞങ്ങൾ ഇന്ന് രാവിലെ ഒരു മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥനെ കണ്ടു. അദ്ദേഹത്തെ പേര് കോട്ട് ചെയ്യുന്നില്ല, കാര്യം അദ്ദേഹം ഒരു ഉന്നത ഉദ്യോഗസ്ഥനാണ്. അദ്ദേഹം പറഞ്ഞു, പണ്ടൊക്കെ പുരുഷന്മാരുടെ പീഡനത്തിൽ പെൺകുട്ടികൾ ആത്മഹത്യ ചെയ്യുന്നതായിരുന്നു നമ്മൾ കാണുന്നത്. എന്നാൽ ഇന്ന് നമ്മൾ നേരെ ട്രെൻഡ് തിരിച്ചാണ് കാണുന്നത്. പലപ്പോഴും അത് അണ്ടർ റിപ്പോർട്ടഡ് ആണ്, വേണ്ട രീതിയിൽ സമൂഹത്തിന്റെ ശ്രദ്ധയും വരുന്നില്ല. അതായത് പണ്ട് സിനിമകളിലടക്കം ആണുങ്ങളുടെ ഏതെങ്കിലും പീഡനത്തിനോ മാനസിക പ്രശ്നത്തിനോ പുരുഷൻ സ്ത്രീ ആത്മഹത്യ ചെയ്യുന്നെങ്കിൽ ഇന്ന് ആ സ്ത്രീയുടെ മാനസിക പീഡനത്തിൽ പുരുഷന്മാർ ആത്മഹത്യ ചെയ്യുകയാണെന്നുള്ളതാണ്. ഇതിന്റെ പ്രശ്നം ഇത് പലപ്പോഴും തിരിച്ച് ഒരു പുരുഷൻ ചെയ്തു എന്ന് നിങ്ങൾ ഒരു നിമിഷത്തേക്ക് ആലോചിക്കുക. വരുന്ന വാർത്തകളും പോലീസിന്റെ റിയാക്ഷനും എന്താ? ആരോപണം വന്നാൽ മതി, ഈ തെളിവുകളും കാര്യങ്ങളും ഒന്നും വേണ്ട. ആ സ്ത്രീയെ, പാവപ്പെട്ട സ്ത്രീയെ പീഡിപ്പിച്ച് അങ്ങനെ ചെയ്യുന്നത് 100% തെറ്റാണ്, സംശയമൊന്നുമില്ല അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ. പക്ഷേ അത് വരുന്ന നറേറ്റീവ്, സോഷ്യൽ ഡിസ്കോഴ്സ് അല്ലെങ്കിൽ സാമൂഹിക വർത്തമാനം വരുന്നത് സ്ത്രീകൾക്ക് സുരക്ഷയില്ല, പുരുഷാധിപത്യം, പാട്രിയാർക്കൽ സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്, സ്ത്രീകൾക്ക് ഇവിടെ എംപവർമെന്റ് ഇല്ല. അതുകൊണ്ട് ഏതെങ്കിലും പെൺകുട്ടിക്ക് അങ്ങനെ തെറ്റ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ 100% ഇപ്പൊ സുപ്രീം കോടതി വളരെ പ്രസിദ്ധമായ കേസിൽ സുപ്രീം കോടതി പറയുന്നുണ്ട്, ഡിവോഴ്സ്ഡ് ഡോട്ടർ ഈസ് ബെറ്റർ ദാൻ ഡെഡ് ഡോട്ടർ. അതായത് ഡിവോഴ്സ് ചെയ്യപ്പെട്ടൊരു മകളാണ് മരിച്ച മകളേക്കാൾ നല്ലത്. സ്വാഗതാർഹമായ നിലപാടാണ്. ഒരു പെൺകുട്ടി മരിക്കുമ്പോൾ സുപ്രീം കോടതി അടക്കം ആ കേസുകൾ സീരിയസ് ആയി എടുക്കുകയാണെങ്കിൽ ഒരു പയ്യൻ മരിക്കുമ്പോൾ ആരും ബോധർ ചെയ്യുന്നില്ല എന്നുള്ളതാണ് സത്യം. പോലീസുകാരൻ നമ്മളൊക്കെ ചെന്ന് പറയുമ്പോൾ ടി വിയിലും മറ്റും കള്ളതുകൊണ്ട് നമ്മളോട് എന്താ പറയണേ, ഇവൻ വേറെ പോയി നമ്മളെ വിമർശിക്കില്ലെന്ന് പറഞ്ഞ് തലയൊക്കെ ആയിട്ടിരിക്കും. അവരുടെയും മനസ്സിലെ ആറ്റിറ്റ്യൂഡ്, ആരെയും കുറ്റം പറയല്ല, ഒരുപാട് പോലീസുകാർ, എല്ലാ പോലീസുകാരും അല്ല, അവരുടെയും മനസ്സിലാ 2-3 ആഴ്ച കഴിയുമ്പോൾ 2-3 തവണ ഇവർ കയറി ഇറങ്ങും, കുറച്ച് കഴിയുമ്പോൾ അവർക്ക് മടുക്കും, അവരങ്ങ് നിർത്തിക്കോളും. ഇതിനപ്പുറം ഒരു സംഭവം ഉണ്ടാകുന്നില്ല. ഇപ്പൊ അമ്മ തന്നെ എന്നോടൊരിക്കൽ പറയുണ്ടായി, 3-4 പ്രാവശ്യം പോയപ്പോൾ ഒരു പോലീസുകാരനകത്ത് കയറി പോയി എന്നല്ലേ. പോലീസുകാരൻ ഇവരെ കണ്ടപ്പോൾ ഇവർ വരുന്നു എന്ന് പറഞ്ഞാൽ പോലീസുകാരകത്ത് കയറി പോയി. മകൻ മരിച്ചിട്ട് 3 ആഴ്ചയായിട്ടില്ല. മകൻ മരിച്ചിട്ട് 3-ാം ദിവസമാണ് ഇവർ അങ്ങോട്ട് പോയി പരാതി കൊടുക്കുന്നത്. പോലീസ് എന്നിട്ടും വന്നില്ല. ഇത് തന്നെയാണ് സുനീറിന്റെ കേസ് സംഭവിക്കുന്നത്. സുനീറിന്റെ കേസിൽ പോലീസുകാർ വന്നില്ല. അവിടെ മംഗലപുരം പോലീസ് സ്റ്റേഷനിലായിരുന്നു, നമ്മുടെ തിരുവനന്തപുരം അങ്ങോട്ട് പോകണം, കോഴിക്കോട്ടപ്പുറമുള്ള മംഗലപുരം പോലീസ് സ്റ്റേഷൻ. ഞാൻ പോലീസ് സ്റ്റേഷനിൽ ചെന്ന് പറയണം, സാറേ ഒന്ന് പോവും, നിങ്ങൾ നീതി കൊടുത്തില്ലെങ്കിലും പോലീസൊക്കെ വന്നു, അതായത് ആരെങ്കിലും ഗൗരവമായിട്ട് എടുക്കുന്നുണ്ടോ ഒരു ചിന്തയെങ്കിലും ആ അമ്മയ്ക്ക് കിട്ടട്ടെ എന്ന്. പക്ഷേ നമ്മുടെ സിസ്റ്റത്തിന്റെ പ്രശ്നമാണ്. ആ പോലീസുകാരൻ പറഞ്ഞാണ് അക്ഷരാർത്ഥത്തിൽ ശരി, പുള്ളി പറഞ്ഞത് മുഴുവൻ ക്രൂരമാണ്. എന്തെങ്കിലും പോലീസുകാരൻ പറഞ്ഞാൽ ശരി, പെൺകുട്ടിക്കെതിരെ അങ്ങനെ ആക്ഷൻ എടുക്കാൻ വകുപ്പില്ല. പെൺകുട്ടിക്കെതിരെ ഏതെങ്കിലും രീതിയിൽ അത്തരത്തിൽ ഒരു ആൺ പീഡനം എന്ന് പറഞ്ഞ രീതിയിൽ, വേറെ കേസ് ഇപ്പം അയക്ക് വരുന്ന കേസാണെങ്കിൽ ഓക്കെ, ആൺ പീഡനം എന്ന് പറഞ്ഞാൽ പുരുഷനെ പീഡിപ്പിച്ചു, മാനസികമായി പീഡിപ്പിച്ചു എന്ന് പറഞ്ഞാൽ പെൺകുട്ടിക്കെതിരെ യാതൊരു ആക്ഷൻ എടുക്കാനുള്ള വകുപ്പും നമ്മുടെ സംവിധാനങ്ങളിലില്ല. നേരെ തിരിച്ച് നിങ്ങൾ ആലോചിക്കണം, വളരെ സീനിയറായ ഋഷിരാജ് സിംഗ് സാർ അല്ലെങ്കിൽ വളരെ സീനിയറായ പോലീസുകാർ 13 സെക്കൻഡ് പെൺകുട്ടിയെ നോക്കിയാൽ കേസെടുക്കാൻ വകുപ്പുണ്ടെന്ന് പറയുന്ന നാടാണ്. 13 സെക്കൻഡോ 14 സെക്കൻഡോ പെൺകുട്ടിയെ നോക്കിയാൽ കേസെടുക്കാൻ വകുപ്പുണ്ടെന്ന് പറയുന്ന ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ പറയുന്ന നാട്ടിൽ ഒരു പുരുഷൻ ആത്മഹത്യ ചെയ്താൽ വിളിച്ചു ചോദിക്കാനോ അന്വേഷിക്കാനോ ഉള്ള വകുപ്പ് പോലും ഇല്ല എന്നുള്ളതാണ് അതിൻ്റെ വിഷമകരമായ സത്യം. ഇപ്പം എന്തെങ്കിലും ചോദ്യങ്ങളുണ്ടെങ്കിൽ അതും കൂടെ എടുത്തിട്ട് നിർത്താം. അത് പറയുന്നത് ഇവരൊക്കെ ഞങ്ങൾ ചെയ്യുന്നത്, മിഷൻ മെൻസ് കമ്മീഷനും ഞാനും മുകേഷും ഒക്കെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ചെയ്യുന്നത്, ഇത്തരത്തിലുള്ള ആൾക്കാർക്ക് ഞങ്ങളുടെ നേതൃത്വത്തിലും നമ്മുടെ ചെലവിലും പ്രസ് മീറ്റുകൾ അറേഞ്ച് ചെയ്ത് കൊടുക്കും. അവരുടെ വേദനയും വിഷമവും പറയാൻ. വേറെ എന്താ നമുക്ക് ചെയ്യാൻ കഴിയുക? പൊതുസമൂഹം എന്ന രീതിയിൽ നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഏക കാര്യം, അവർക്ക് ഏതെങ്കിലും രീതിയിൽ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അവരെ സപ്പോർട്ട് ചെയ്യും, പ്രസ് മീറ്റ് പോലുള്ള കാര്യങ്ങൾ അറേഞ്ച് ചെയ്യും. അവരുടെ വേദന പറഞ്ഞെങ്കിലും അവർക്കൊരു നീതി കിട്ടുന്നു സമൂഹത്തിൽ നിന്ന്, അല്ലെങ്കിൽ സമൂഹം കേൾക്കുന്നു എന്നൊരു ധാരണ അവർക്ക് കൊടുക്കാൻ ചെയ്തു കൊടുക്കുക, അല്ലാതെ വേറെ വകുപ്പില്ല. ഇപ്പൊ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം, 1-2 ചോദ്യങ്ങൾ എടുത്ത് ഒന്ന് നിർത്തുകയും ചെയ്യാം. കോടതിയിൽ തന്നെ പോകേണ്ടി വരും. ഇത് പ്രോസസ് ആയതുകൊണ്ട് നമ്മൾ പോലീസിൻ്റെ അടുത്ത് പോവുകയാണ്, കോടതിയിൽ തന്നെ പോകേണ്ടി വരും. കോടതിയുടെ ഭാഗത്തു നിന്ന് ഏതെങ്കിലും രീതിയിൽ പെൺകുട്ടി കൊടുത്താൽ എന്ത് ആക്ഷനും എടുക്കാൻ വകുപ്പുണ്ട്, ആൺ കൊടുത്താൽ അങ്ങനെ ഒന്നുമില്ല.
എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വിഷമകരമായ സത്യം, അതിൻ്റെ ഏറ്റവും ഡേഞ്ചറസ് ആയ ഒരു സത്യം അതാണെന്നുള്ളതാണ്. എന്തെങ്കിലും ചോദ്യങ്ങളുണ്ടെങ്കിൽ പറയാം. ഇപ്പൊ ഈ മോക്ക് അയച്ചിരിക്കുന്ന വോയിസ് കേട്ടപ്പോൾ തന്നെ നിങ്ങൾക്കത് മനസ്സിലാവും എത്രത്തോളം. അതുവരെ നമ്മൾ പറഞ്ഞു. അപ്പോൾ ഇതിനെക്കാട്ടും നികൃഷ്ടമായ രീതിയിലാണ് എൻ്റെ മോനോട് അവൾ ഇതാക്കിയിരിക്കുന്നത്. ഇത് വോയിസ് മാത്രമേ നിങ്ങൾ കേട്ടോളൂ, ബാക്കി മെസ്സേജായിട്ട് ടൈപ്പ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ പച്ച ചീത്തയാണ്. നമ്മൾ ഇത്രയും നാളിനിടയിൽ നമ്മൾ ഇങ്ങനത്തെ ചീത്തകൾ കേട്ടിട്ടില്ല. അമ്മാതിരി ചീത്തകളാണ് ഈ കുട്ടിയെ വിളിച്ചുകൊണ്ടിരുന്നത്. ആ ഹെഡ്സെറ്റ് എടുത്തോട്ട് എന്ന് ആ 11:15 പറയുന്ന സമയം പോലും എന്നെ ചേർത്താണ് അവൻ അത്രയും ചീത്ത വിളിച്ചിരിക്കുന്നത്. അതുൾപ്പെടെ അതിലുണ്ട്. എന്നിട്ട് പോലും ഒന്നും ചെയ്തില്ല. ഒറ്റ കാര്യം ഞാൻ പറയുന്നുള്ളൂ, ആണെന്ന് പറഞ്ഞ വർഗത്തിന് ഇച്ചിരി ഒരു ഇത് സമൂഹത്തിൽ ഉണ്ടായിരിക്കണം. ഞാൻ പോലീസിനോട് അന്നും ചോദിച്ചായിരുന്നു, എൻ്റെ മോൻ്റെ സ്ഥാനത്ത് ആ പെൺകുട്ടിയായിരുന്നു എന്നുണ്ടെങ്കിൽ എന്താകും. പക്ഷേ ഇനി ഇത് ആവർത്തിക്കുകയല്ലേ ഉള്ളൂ. അവൾക്ക് കൂടുതൽ ശിക്ഷ വാങ്ങിച്ചു കൊടുക്കാനൊന്നും പറ്റത്തില്ല. പക്ഷേ ഒരു പ്രാവശ്യമെങ്കിലും അവൾ ഇതിൻ്റെ പേരിൽ ഞാൻ ചെയ്തതിൻ്റെ ഒരു കുറ്റബോധം കാണുന്ന ഒരു പെൺകുട്ടിയൊന്നും അല്ല. പക്ഷെ ഇപ്പോഴാണ് അറിയുന്നത് അവർ ഇത്രയും നാളുകൊണ്ട് ഇതിൽ പ്രണയത്തിലായിരുന്നു എന്ന് വരെ. കാരണം എൻ്റെ വീട്ടിൽ അങ്ങനെ ഒരു ഇതവൻ കാണിച്ചിട്ടില്ല. പക്ഷെ ഇടയ്ക്കിടയ്ക്ക് എവൾ അച്ഛനും കൂടി കയറി വരും. അവരുടെ വീട്ടിൽ ഫുൾ സപ്പോർട്ടാണ്. കാരണം അച്ഛനും മോളും കൂടിയൊക്കെയാണ് വീട്ടിൽ കയറി വരുന്നത്. അപ്പോൾ പോലും നമുക്കൊരു സംശയം ഇങ്ങനെ തോന്നിയിട്ടില്ലായിരുന്നു. പക്ഷേ ഒറ്റ കാര്യമേ ഉള്ളൂ, എൻ്റെ മോന് പറ്റിയത് ഇനി ഒരിക്കലും ഒരു പെൺകുട്ടിക്കും ഈ പെൺകുട്ടി കാരണം ഒരാൺകുട്ടിക്ക് ഇങ്ങനെ ഉണ്ടാവരുത്. കാരണം എൻ്റെ നാട്ടിലുള്ളവരെല്ലാം പഠിച്ചു, ആൺകുട്ടികൾ അവൻ്റെ ഫ്രണ്ട്സാണ്. അവർ ഉൾപ്പെടെ പറയുന്നത് എന്താണ്, ഇപ്പം അവൾ കാണിക്കുന്നത്, അവൾ പറയുന്ന ഓരോ കള്ളത്തരങ്ങളും. ഇത്രയും നാൾ സ്നേഹിച്ചിട്ട് അവൾ ഓരോ കള്ളത്തരങ്ങളും എൻ്റെ കുട്ടിയെ പറ്റി ഇപ്പം പറയുന്ന കേട്ട് കഴിഞ്ഞാൽ അറപ്പും വെറുപ്പും ഉണ്ടാക്കുന്ന രീതിയിലായിരുന്നു. പക്ഷെ അവൾ ഒരു ദിവസമെങ്കിലും വിളിച്ച് ഒന്ന് ക്വസ്റ്റ്യൻ ചെയ്ത് എന്താണെന്ന്, എൻ്റെ മോൻ്റെ ഫോണിൻ്റെ ലോക്ക് ഉൾപ്പെടെ അവൾക്കറിയാം. അവൻ്റെ ഇൻസ്റ്റയുടെ പാസ്വേഡും ബാക്കി ഡീറ്റെയിൽസ് എല്ലാം കൈകാര്യം ചെയ്യുന്നത് അവളാണ്. അതുൾപ്പെടെ അവരെ നിഷേധിച്ചു. പോലീസിന് വേണമെങ്കിൽ അവളുടെ വിളിച്ച് എൻ്റെ മോൻ്റെ ഫോണിൻ്റെ പാസ്വേഡും എല്ലാം അവളെ കൊണ്ട് എടുപ്പിക്കാം. പക്ഷേ അവർ ചോദിച്ചപ്പോൾ അവൾക്ക് അറിയില്ല എന്ന് പറഞ്ഞു. ഒറ്റ പ്രാവശ്യം ചോദിച്ചു കഴിഞ്ഞാൽ അവൾ അറിയത്തില്ല എന്നേ പറയുള്ളൂ. കാരണം നിങ്ങൾക്ക് മനസ്സിലായല്ലോ അവളുടെ വോയിസ് അത് കേട്ടപ്പോൾ അവൾ എങ്ങനെയുള്ള ഒരു കുട്ടിയാണെന്ന്. ഇനി എനിക്കിതിൽ കൂടുതൽ എനിക്ക് എൻ്റെ ക്വസ്റ്റിന് എന്താണ് പറ്റിയതെന്നുള്ളത് അറിയണം. കുറേ അവൾ മെസ്സേജുകൾ ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. അതൊന്നും പോലീസ് ആദ്യം എടുക്കാമെന്ന് പറഞ്ഞു, പിന്നെ എടുക്കത്തില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അതൊക്കെ എന്താണെന്ന് നമുക്കറിയണം. എന്തായാലും ഈ പരാതിയിൽ ഏറ്റവും വേദനിപ്പിക്കുന്ന ഒരു വസ്തുത എന്ന് പറയുന്നത്, കാർത്തിക് തൂങ്ങി മരിച്ച സമയത്ത് ഈ ഒരു പെൺകുട്ടി ഈ ഒരു യുവാവുമായി തത്സമയ വീഡിയോ കോളിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. എന്തായാലും ഈ ഒരു മരണത്തിന് ശേഷം യുവാവിൻ്റെ കുടുംബം കല്ലമ്പലം പോലീസിന് ഉൾപ്പെടെ പരാതി നൽകിയിരുന്നു എന്നാണ് ഇപ്പോൾ നമ്മളോട് പ്രതികരിച്ചിരിക്കുന്നത്. ഈ പരാതി നൽകിയെങ്കിലും പോലീസ് കൃത്യമായ നിയമ നടപടികളോ അല്ലെങ്കിൽ അന്വേഷണമോ നടത്താൻ തയ്യാറായില്ല എന്നുള്ള ആരോപണവും കുടുംബം നിലവിലിപ്പോൾ ഉന്നയിക്കുകയാണ്. എന്തായാലും ഏറ്റവും അവസാനം നിലവിലിപ്പോൾ DGPക്ക് ഉൾപ്പെടെ പരാതി നൽകിയിരിക്കുന്നു. DGPക്ക് പരാതി നൽകിയതിന് പിന്നാലെ കൃത്യമായ അന്വേഷണം നടക്കുമെന്ന പ്രതീക്ഷയിലാണ് കാർത്തിക്കിൻ്റെ കുടുംബമുള്ളത്. ക്യാമറമാൻ ആഷിക്കിനൊപ്പം അമൽ രുദ്ര, മറുനാടൻ മലയാളി, തിരുവനന്തപുരം.